എന്തായാലും അന്നെ സമ്മതിച്ചിരിക്കണ്. എന്റെ നമ്പർ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യാ. എങ്ങനെ ഒപ്പിച്ചു? അത് ഞങ്ങൾ വന്ന ദിവസം തന്നെ താഴത്തെ വീട്ടിൽ ആന്റി തന്ന ഈ ഏരിയയിലെ പെമ്പിള്ളാരെയൊക്കെ ഫോണിൽ വിളിച്ച് ശല്യം ചെയ്യുന്നതിന്റെ നമ്പറാ. സേവ് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു. അയ്യോ ദാസൻ മാത്രല്ല കേട്ടോ, പിന്നൊരു വിജയൻ. അതാരത്? അപ്പൊ ഹാപ്പി ജേണിയെ. ഓൾ ദി താങ്ക് യു. ബെസ്റ്റ്. ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് കം പാരാലിസിസ്. എന്റെ അമ്മേ, പേടിക്കാനൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞതിന്റെ അർത്ഥം ഹൗസിംഗ് കോംപ്ലക്സ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണോ? അതെ. മൈ ഗോഡ്, എങ്കിൽ ഇനി എനിക്കൊന്നും കേൾക്കണ്ട. എന്താ വക്കീലെ പറ. ഓ, എനിക്കതിന് ശക്തിയില്ല, ഞാൻ പറയില്ല. എനിക്ക് കേൾക്കാൻ ശക്തിയുണ്ട് വക്കീല് പറ. ഞാൻ പറയാൻ പോവാണ്. അവസാനം ഞാൻ പറഞ്ഞെന്ന് പറയരുത്. ഞാൻ എങ്ങനെ പറയും, പറയാതിരിക്കും. അങ്ങയുടെ രക്തം ദിനം പ്രതി ആവിയായിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, അങ്ങനൊരു രോഗം ഈ ലോകത്തില്ല എന്നാര് പറഞ്ഞു? ഇത് ഈ വർഷം റിലീസായ രോഗമാണ്. തന്നെ ലോ കോളേജിൽ മെഡിസിൻ ആണോ പഠിപ്പിച്ചേ? ഇതറിയാൻ മെഡിസിൻ ഒന്നും പഠിക്കണമെന്നില്ല. കോമൺ സെൻസ്. ലോയും മെഡിസിനും തമ്മിൽ കൂട്ടിക്കൊടിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാ രോഗിയാണ് മന്നാടിയാർ. അങ്ങനെയുള്ള ഒരാളുടെ മുമ്പിൽ വെച്ചാണോ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ഹ്യൂമാനിറ്ററി കൺസിഡറേഷൻ വേണം. അവിടെ ഇരുന്നാട്ടെ. ഡോക്ടർ, ഒരു നിമിഷം. ഇനി എന്ത് ചെയ്യും? ചികിത്സയുണ്ട്, പക്ഷെ കാലതാമസം വരും. കാലൻ വരുമെന്നോ? കാലം വരുമെന്നല്ല, പിന്നെ? കാലതാമസം. ഓണം അതല്ല, ടെലിഫോൺ. ഹലോ, ചേറ്റ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ടാണോ ഫയർ സ്റ്റേഷൻ ചോദിക്കുന്നത്? എന്താ കാര്യം? മുട്ടത്ര തീ പിടിച്ചെന്നു? സാരമില്ല, ഞാൻ ഫയർ സ്റ്റേഷനിൽ വിളിച്ചു പറയാം. പിന്നെ ഫയർഫോഴ്സ് അവിടെ എത്തുന്നത് വരെ തീ അണയാതെ നോക്കണം. അഥവാ അണഞ്ഞു പോയാൽ വല്ലതുമൊക്കെ വാരിയിട്ട് കത്തിച്ചോണ്ട് നിൽക്ക്. എന്നെ പറയിപ്പിക്കരുത്. വർഷങ്ങളായി ഞാനൊരു ട്രയൽ അറ്റൻഡ് ചെയ്തിട്ട് ഐ ലോസ്റ്റ് ദാറ്റ് ടച്ച്. ഐ എം നോട്ട് കോൺഫിഡന്റ് എനിമോർ. അപ്പൊ നമ്മൾ ഈ കേസ് ജയിക്കില്ല അല്ലേ സർ? ആസ് എ ലോയർ, ഈ കേസിന്റെ വിജയ പരാജയങ്ങളെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. യഥാർത്ഥത്തിൽ റേപ്പിന് വിധേയ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒന്ന് പെരുമാറാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ എങ്ങനെയാണ് അവർ പെരുമാറേണ്ടത്? അപമാനം ഭയന്ന് എല്ലാം ഉള്ളിലൊതുക്കി വിജയെന്ന് കരുതി സ്വയം ആശ്വസിച്ച് നിശബ്ദരായിരിക്കണമെന്നാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? കാലം മാറി സാർ. പുതിയ തലമുറയിലെ പെൺകുട്ടികൾ അങ്ങനല്ല. അവർ വ്യക്തമായി വിളിച്ചു പറയും ആരാ, എന്താ, എങ്ങനെയാന്ന്. അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത താങ്കളുടെ പ്രായത്തിന്റെ സങ്കുചിത മനസ്സിന്റെ പ്രശ്നമാണ്. ബട്ട് യു ട്രൈ ടു ചേഞ്ച് മിസ്റ്റർ സീനിയർ. എങ്ങനെയുണ്ട്? ഇത് വോഡ്കല്ല, പിന്നെ മറ്റവനാ വാറ്റാ. പച്ചവെള്ളം, സബ്സെ ബഡ ശുദ്ധ പാനി. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് വരിക, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ്. എങ്ങനെ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. കൂടി പോടാ. എടാ, നിന്നോട് സിംഹാസനത്തിൽ ഇരിക്കാൻ പറയാൻ കാരണം എന്താ? കാഴ്ചയിൽ സുന്ദരനും ജാതിയിൽ ഉയർന്നവനും വിദ്യാഭ്യാസം സമ്പന്നായതുകൊണ്ടാവാം. ഇത് കളക്ടർ സോമസുന്ദരൻ, ഇതാണ് മണവാളൻ. ഞാൻ സെഡ്ജി നമ്മി വർഷങ്ങളുടെ പരിചയ. ബൈ ദ വൈ, എന്ത് ചെയ്യുന്നു? ഇമ്മോറൽ ട്രാഫിക്കാന്റെ വീഡിയോ പരസ്യത്തിന്റെ. താങ്ക് യു. പീതാംബരൻ എന്റെ ആജീവനാന്ത സുഹൃത്താണ്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. മണ്ണപ്പം ചുട്ട് കളിക്കുന്ന കാലത്ത് തന്നെ ചുടുന്ന മണ്ണപ്പമൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് പീതാംബരൻ നിർബന്ധം പിടിക്കുമായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പീതാംബരൻ ഒറ്റ അപ്പം പോലും തിന്നിട്ടില്ല. അന്നേ ഞങ്ങൾ പറയുമായിരുന്നു പീതാംബരൻ ഒരു യേശുക്രിസ്തു ആവുമെന്ന്. ഞങ്ങളുടെ കണക്കൂട്ടിലൊന്നും വലുതായിട്ട് തെറ്റിയില്ല. ശിശുന മ്യായാവി. മ്യായാവി, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ ഇവനോടും. ഹിന്ദു നിരപരാധിനിയാണ് എന്നതുപോലെ തന്നെ ഇവനും നിരപരാധനാണ്. ഈരായിട്ട് സംസാരത്തിൽ ഭയങ്കര വ്യാകരണം. അതെന്റെ ശിഷ്യനായിട്ടുള്ള സംസർഗത്തിൽ ലഭിച്ചതാ. അവന് മലയാളത്തിലൊക്കെ ഭയങ്കര പിടിപാടല്ലേ. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. നിങ്ങളൊക്കെ ഈ എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ പോലും എനിക്ക് പൈസ കൊടുക്കാറില്ല. പിന്നെ വേറെ ആരെങ്കിലും തരുമോ? ഒരു പയ്യൻ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അവന്റെ ചികിത്സക്കുള്ള പണം എത്രയാണെന്ന് അമ്മൂനറിയാം. അവളെ ഏൽപ്പിച്ചാ മതി. അമ്മൂന് വളരെ വേണ്ടപ്പെട്ട പയ്യനാണ് അവൻ. ഞാനവന്റെ പേര് പറയട്ടെ, രമേശ്. സതീഷ് അങ്ങനെയല്ലേ സറങ്കനോട് പറഞ്ഞത്? എങ്കിൽ സതീഷ്. തമിഴൊക്കെ ഇപ്പൊ ഇംഗ്ലീഷിലായ മലയാളം എന്നാണോ ഇംഗ്ലീഷിലാവുക? ദൈവമേ, ഒരു കര കാണിക്കണേ. அந்த 30 ஏக்கர் பூமி வாங்குறது நீதானா? எஸ், ஐ எம் உமாகாந்தன். உங்க பேர் என்ன? பேசாதரா பொறுக்கி. പേശാദര പൊറുക്കി. ഇതൊരാളുടെ പേരാ? കേട്ടിട്ട് ഒരു സിനിമ പേര് പോലെ തോന്നുന്നു.
அந்த ஆதாரத்தை கூட ആധാരത്തിന് കുഴപ്പമൊന്നുമില്ല. മറിച്ച് വിൽക്കാനാണെങ്കിൽ കത്തി വരെ തരാതെ ഞാൻ തരില്ല. നമ്മളെ റിയൽ എസ്റ്റേറ്റ് പഠിപ്പിക്കുന്നത് നോക്കിയോ. കത്തി വില തന്നെ വേണം. സെർട്ടൻലി. ഞാൻ ആരാണോ? ഞാൻ നിന്റെ തൊണ്ട. വളരെ മോശമായിപ്പോയി. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദുരക്ഷല്ലേ? ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയോ? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു. എന്തൊരു ആശ്വാസം. ആന്റണിയെ വിശ്വസിച്ചാണ് ഞാൻ പോകുന്നത്. കുട്ടികൾക്ക് ഇനി ആന്റണി മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞു കേൾക്കണം സാർ. അത് എന്ത്? എന്നെ വിശ്വാസമാണെന്ന്. കുട്ടികൾക്ക് ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. സാറത് പറഞ്ഞു കേട്ടപ്പോ സന്തോഷായി. അവരെന്റെ സ്വന്തമാണ് അല്ലേ സാർ? അതെ, ആന്റണിയുടെ സ്വന്തമാണ്. എന്റെ സ്വന്തം, എന്റെ മക്കള്. എല്ലാരും മലയാളികളാണല്ലേ? നമ്മളും മലയാളിയാ. പോയാ ആ തീപ്പെട്ടിങ്ങടുത്തേ. ഓഹോ, മലയാളിയാണല്ലേ? എന്താ നമ്മൾ ഇത്രയും പറയും മലയാളമല്ലേ? പക്ഷെ കണ്ട ഹിന്ദിക്കാരനാണെന്നേ തോന്നുന്നു, അല്ലേ? ആ, അത് നേരാ. പോയക്ക് ദിലീപ് കുമാറിന്റെ ഒരു കട്ടുണ്ട്. അതിപ്പോഴും ഉണ്ടല്ലേ? അയ്യേ, ജാതിയാലുള്ള തൂട്ടാ പോവോ? പക്ഷെ ആ പഴയ ഗ്ലാമർ ഇപ്പൊ തിരിഞ്ഞിട്ടുണ്ട് അല്ലേ? ഉണ്ട് നമുക്ക് തന്നെ അറിയാം. ചെറുപ്പത്തില് നിങ്ങളെ പോലെ ഒന്നല്ലേ ഇനി, നമുക്ക് ഭയങ്കര ഗ്ലാമർ ഇനി. അതുകൊണ്ടല്ലേ ഈ കള്ളിമുൾച്ചെടിയിൽ നമ്മൾ ഇതേവരെ ഒഴിച്ചുകൊണ്ടിരുന്നത് ജലമായിരുന്നു. എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഈ ചെടിയിൽ നമ്മൾ ഒഴിച്ചുകൊണ്ടിരുന്നത് മദ്യമായിരുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുന്നു? ഇതിന്നൊന്നും മനസ്സിലായോ? നമ്മുടെ വയറ്റിനകത്ത് ഏതെങ്കിലും കള്ളിച്ചെടി വളർന്നാ നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും. നേരെ മറിച്ച് 2 ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോവുകയും ചെയ്യും. നമ്മൾ പൂർവാധികം ആരോഗ്യവനായിട്ട് ഇരിക്കും ചെയ്യും. അമ്മച്ചി കേട്ടില്ലേ? പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ചൊല്ലടാ, എക്സ്ക്യൂസ് മീ, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? വാട്ട്സ് ദ മാറ്റർ? നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പൊ പതിൽ ചൊല്ലടാ. Hey old man, what's going on here? What's wrong with you? Hey, come on man. Hey, let's talk about the 30 acres of land. The bloody 30 acres of land. Hey, Humpty Dumpty sat on a wall. Twinkle twinkle little star. How I wonder what you are. Hey! Hey madam, you know one thing? Once upon a time, there was a lion lived in the dense forest. His name is Pandidure. Abesun. ഈ മണ്ട എന്ന് പറഞ്ഞ പലഹാരം ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ? ഇല്ല. ഒരു പണ്ടാരി സമൂസ ഉണ്ടാക്കിയിരുന്നു. അബദ്ധവശാൽ ഉപ്പിടണ്ടോടത്ത് പഞ്ചസാര ഇട്ടുപോയി. ഇന്ന് മാറിയതാണ്. ആ, പാത്രം മാറിയാണ്ട് ഉപ്പ് കൊട്ടണ്ടോടത്ത് പഞ്ചസാര കൊട്ടി നോക്കുമ്പോ അത് പിന്നെ അത് സമൂസ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് മനസ്സിലായി. അതിൽ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടിട്ട് ഹോട്ടലിന്റെ ഓണറോട് പറഞ്ഞു, പുതിയൊരു പലഹാരം ഇന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കണം, മണ്ടയാണ് ഇതിന്റെ പേര്. ഉണ്ടാക്കിയോ മണ്ടനാണ് എന്നാണ് ആ പേരിന്റെ ചുരുക്കം. മനസ്സിലായി? ഹലോ, ആരാ? ഞാൻ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണലുണ്ട് കേട്ടോ. നിങ്ങളെ കാണാൻ നല്ല രസമാണ്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ? ഇല്ല, കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. പെണ്ണ് നോക്കണുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല. എന്തേ, കുട്ടിക്ക് താല്പര്യമുണ്ടോ? അത് ഞാൻ ശരിയാക്കി തരാം കേട്ടാ. നിങ്ങൾ വീട്ടിലേക്ക് വാ. നിങ്ങളുടെ ഈ കോഴി സ്വഭാവം ഇതുവരെയായിട്ട് മാറിയിട്ടില്ല അല്ലേ? നീ അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ ധൈര്യമായി പറയടാ. നീ അമേരിക്കയിൽ എവിടെയായിരുന്നു? അത് പിന്നെ അമേരിക്കൻ ജംഗ്ഷനിൽ. അമേരിക്കൻ ജംഗ്ഷൻ പോലും അമേരിക്കയിൽ അങ്ങനെ ഒരു സ്ഥലമേ ഇല്ല. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അമേരിക്കൻ ജംഗ്ഷനില്ല പോലും. ജംഗ്ഷനില്ലാത്ത നാടുണ്ടോ? മണ്ടൻ കുണാപ്പി, നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. അങ്കിൾ, ഇവനാണോ അമേരിക്ക, ഞാനാണോ അമേരിക്ക എന്ന് ഞാനിത് തെളിയിക്കും. ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം വാഷിംഗ്ടൺ DC to Miami Beach? How many kilometers from Washington DC to Miami Beach? I am the answer.
kilometers and kilometers. In these days of degenerating decencies of Miami Beach to Washington, when diplomacy and duplicity become interchangeable terms from complicated America to America. നമ്മളെ ഈ ഗ്രൂപ്പിലെ ആൾക്കാർ വരാത്ത എന്താ വെച്ചാൽ മറ്റുള്ള ഗ്രൂപ്പൊക്കെക്കാണ് ചെല്ലുമ്പോത്തിന് ഔക്കാട ജ്യൂസ്, മുന്തിരി ജ്യൂസ്, ആപ്പിള് ജ്യൂസ്, ഷവർമ്മ, ഈത്തപ്പഴം, എന്തെല്ലാം ഒരു സാധനമാണെന്നറിയാം. അതുമല്ല പോണ നേരത്തെ തിരുപ്പതിക്ക് 100 റുപ്യ എങ്ങനെയാണ് ചുറ്റിക്കാണ്ട് കയ്യിലാണ്ട് കൊടുക്കും, കുഞ്ഞും പേരുകൊണ്ട് വിട്ടാന്നറിയും. നമ്മളെ ഈ ഗ്രൂപ്പിൽ ആരേലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല. അത് കഴിഞ്ഞ് പിന്നെ എങ്ങനെ ഒരാൾ ഇതിക്കിട്ട് വരിക? എന്റെ അഭിപ്രായത്തിൽ ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മളെ ഈ ഗ്രൂപ്പിന്റെ മുൻവശത്ത് രാത്രിയൊക്കെ ആവുമ്പോ ഒരു കെട് ഓഫാവുക, ഒരു ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാല് പിന്നെ ആൾക്കാരൊക്കെ ഒന്ന് വന്നിടായില്ല. അങ്ങനെ ഒന്ന് നോക്കി. സൈഡ് പ്ലീസ്. വാള് കാണിച്ചൊന്നും പേടിപ്പിക്കണ്ട, നമ്മുടെ വാളില്ലടാ. ഒരു പൈന്റ് വാങ്ങിച്ചു കൊടുത്ത് ഇവര് വെക്കും വാള്. എന്നടാ വിഷയം? നെഴുത്തിൽ പറഞ്ഞു. എന്നടാ എണ്ണാനാ? ഇതെന്താ നഴ്സറി സ്കൂളാ? അയ്യോ കത്തി മുറി. എണ്ണ 1 2 3 4 5. തമിഴിലും പറയാം. 1 2 3 4. തല്ലുകൊണ്ട് ഓടുന്നവരല്ലടാ മലയാളികൾ. ഞങ്ങളെല്ലാം ഒതേനന്റെ നാട്ടുകാരാ. ഒതേനെ ഞാൻ ഒന്നിച്ചു പഠിച്ചവരാ. പിന്നെ ഈ ഓട്ടം അത് പടയോട്ടം. നിന്റെയൊക്കെ അഭ്യാസം ഈ തമിഴ്നാട്ടിലല്ലടാ നടക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് വാടാ. അപ്പ കാണിച്ച ഉമ്മച്ചൻ ആരാണെന്ന് അടിയടാ. ആശാനെന്താ ഇടിക്കാഞ്ഞേ? അവർ തമിഴന്മാരല്ലടാ. ഇനി മലയാളത്തിൽ ഇടിക്കാന്ന് ചോദിച്ചാൽ അവർക്ക് മലയാളം അറിയാനും പാടില്ല. അവന്മാരിടിച്ചപ്പോ നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് തമിഴ് അറിയാല്ല. വണ്ടിക്കറി. അച്ഛാ, സ്കൂളിൽ നിന്ന് വീണ്ടും ഒരു നോട്ടീസ്. ഓ വായിക്കടാ. ദിസ് ഈസ് ഫ്രം ക്ലാസ് ടീച്ചർ. യുവർ സൺ ഈസ് സ്റ്റുപ്പിഡ്, ഇഡിയറ്റ് ആൻഡ് ഗുഡ് ഫോർ നത്തിങ്. എന്ന് വെച്ചാ നിങ്ങളുടെ മകൻ സുന്ദരനാണ്, സുശീലാണ്, കോമളനാണ്. വി ആർ ഗോയിങ് ടു ഗീവ് ഹിം എ സസ്പെൻഷൻ. എന്ന് വെച്ചാ ഞങ്ങൾ ചെറിയ പെൻഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അവന്. യു ആർ അഡ്വൈസ്ഡ് ടു വിസിറ്റ് സ്കൂൾ ഇമ്മീഡിയറ്റ്ലി. അതുകൊണ്ട് എത്രയും വേഗം അച്ഛൻ സ്കൂളിലേക്ക് വരാൻ അപേക്ഷിക്കുന്നു. നീ എന്റെ മാനം കാത്തല്ലോടാ മോനെ. മുറ്റമടിക്കുന്നതിൽ ഒരു തമിഴ് സ്റ്റൈലുണ്ട്. എവിടെ ശരിയായ നാട്? മലയാളം ഒട്ടും അറിയില്ല. വന്ന ആദ്യ ദിവസമല്ലേ, ലീവ് എടുക്കായിരുന്നില്ലേ? അയ്യോ അമ്മ ഭാഷ പോലും അറിയാത്തൊരു പാവം പെൺകുട്ടി. വന്ന ആദ്യ ദിവസം തന്നെ ചൂലെടുത്ത് കൈ കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അമ്മേ? നേരാ നീ പറഞ്ഞത്. ഇത്രയധികം മനുഷ്യസ്നേഹമുള്ള ഒരു മോനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇനിതാ പെണ്ണെ, നീ തന്നെ അങ്ങ് അടിച്ചു വാരടാ. ചെന്നൈയിലോട്ടാണോ? അതെ. ഒറ്റയ്ക്കോ? ഒരു ജോബ് ഇന്റർവ്യൂ ഉണ്ട്. എവിടെ? മാക്സ് ഇൻഫോടെക്, കാരപ്പകൽ. സോ ഒരു എഞ്ചിനീയർ ആണല്ലേ? ഞാനോ അതെ. സോറി, എനിക്ക് നല്ല സുഖമില്ല. ടാബ്ലറ്റ്സ് വല്ല വേണോ? ഞാൻ പിന്നെ അപ്പുറത്തെ കമ്പാർട്ട്മെന്റ്സിൽ ഡോക്ടേഴ്സിനെ നോക്കാം. എനി സ്ട്രാപ്സ്? പ്ലീസ്, അതൊന്നും വേണ്ട. ഇറ്റ്സ് ജസ്റ്റ് എ ത്രോട്ട് പ്രോബ്ലം. എനിക്ക് സംസാരിക്കാൻ വയ്യ. നൈസായിട്ട് ബ്ലോക്ക് ചെയ്തു. ചുമ്മാ വളവളാന്നൊക്കെ തേക്കണ്ടായിരുന്നു. കുറച്ച് റൊമാൻറ്റിക് ലുക്സ് ട്രൈ ചെയ്ത് നോക്കാം. നല്ല തണുത്ത് കാറ്റുണ്ടല്ലേ? ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട്, ഈ ജിമ്മിലെ ആശാന്മാരിൽ 99% മണ്ടന്മാരാണ്. അപ്പോഴും 1% നല്ല ബുദ്ധിയുള്ളവരാ. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതാ. അതുകൊണ്ട് എന്റെ അടുത്ത് വേഷം കെട്ട് വേണ്ട. പോയി വെയിറ്റഡ്. ആശാനെ കഴിക്കാൻ പറ്റിയോ? ഇത് ചില്ല് ഗ്ലാസ് ചായ കുടിച്ചിട്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെന്ന് വിചാരിച്ച് ഞെക്കി കളഞ്ഞതാ. ഇതിൽ പോയി. അപ്പൊ 100%? യെസ്. ഒന്നും അറിയാത്തതുപോലെ. ശരിയാ, നിന്നെ ഇടിച്ചിട്ട് ഒരു സോറി പോലും പറഞ്ഞില്ല. രാക്ഷസി. അവന് കലോട്ടയാണോടാണെന്ന് തോന്നുന്നു. നിനക്ക് ശരിക്കും വേനിച്ചോടാ. നീ പേടിക്കാതിരടാ അപ്പു. അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പറഞ്ഞാൽ പോരാ, ഇപ്പൊ തന്നെ ചെയ്യണം. എനിക്ക് വേണിച്ചിട്ട് വയ്യ. കയറി വന്നു. നാളെ എങ്ങട്ടാന്ന് പറയാതെ ഇറങ്ങി പോയിക്കൂടെ എനിക്ക്? എന്താ പോയാല്? ഞാൻ പോവും. ഒരു രാത്രി പുലരുമ്പോ കണ്ടില്ല അത്ര തന്നെ. അതന്നെ, അത്രയ്ക്കന്നെ ഉള്ളൂ നമ്മൾ തമ്മിൽ. വിളിക്കണ്ട അങ്ങനെ. ഞാൻ നിങ്ങളുടെ ആരാന്നാ ചോദിച്ചേ? ആരുമല്ല. 3 വട്ടം ആരുമല്ല. അതന്നെ. ഞാൻ ഇവിടെ ഇരുന്ന് എന്റെ പഴയ കാലം ഓർക്കുമായിരുന്നു.
എന്തോരം പ്രേമമായിരുന്നെന്നറിയോ എനിക്ക്. ഇഷ്ടം പോലെയായിരുന്നു. ഒരു ഗിരിജ, സരള, കുസുമം, പിന്നെ ഒരു മുസ്ലിം പെണ്ണുണ്ടായിരുന്നു, ഒരു ഫാത്തിമ, ഒരു ക്രിസ്ത്യൻ പെണ്ണുണ്ടായിരുന്നു. അതിന്റെ ആങ്ങളെയും തന്തയും വന്ന് എന്നെ കുരിശി കയറ്റുന്നു വിചാരിച്ചപ്പോ ആ പ്രണയം ഞാനങ്ങ് വിട്ടു. ഇപ്പോഴുണ്ടല്ലോ സ്വാതന്ത്ര്യം അവസാനിക്കുന്നത് ഇവിടെ, അറ്റ് ദ ടിപ്പ് ഓഫ് ദ സിറ്റിസൺസ് നോസ്, പൗരാവകാശത്തിന്റെ മൂക്കിന്റെ തുമ്പത്ത്. അതിനപ്പുറത്തേക്ക് കടന്നു കയറുന്നത് എന്തും പത്രസ്വാതന്ത്ര്യമല്ല, അട്രോസിറ്റി, ജേർണലിസം അല്ല, ജിങ്കോയിസം, മാധ്യമധർമ്മമല്ല, മാധ്യമ ഭീകരത, മീഡിയ ടെററിസം, മാധ്യമ നരഭോജിത്വം, മീഡിയ കാനിബാലിസം. ഇവിടെ നിന്നെ വളച്ചൊടിച്ച് വരുതിക്ക് നിർത്താൻ പഴയ തുക്കിടി സാഹിബിന്റെ പടുക്ക വേണ്ട, പദവിയും പത്രാസും ജൂറിസ്ഡിക്ഷനും വേണ്ട ജോസഫിന്. ഓനെ ചങ്കര, മണ്ടൻ മരങ്ങോടാ. മാറ്റമില്ല, മാറാൻ ഉദ്ദേശമില്ല, പണ്ടത്തെ പോലെ തന്നെ. മുണ്ടുടുക്കാറുണ്ട് ജോസഫ് ഇപ്പോഴും. അതെടുത്ത് അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ മടക്കി കുത്താറുണ്ട്. ജോസഫ് അലക്സ് തേവള്ളിപ്പറമ്പിൽ. ഈ കേസിന്റെ അന്വേഷണം ഒരു നൂലിടം മാറ്റി മറിച്ചാൽ ഐ ബ്ലഡി സ്ലൈസ് യു ഇൻടു ഷ്രെഡ്സ്. ഗോപാലകൃഷ്ണ, നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത്? മനസ്സില്ല. അതെന്താ നിനക്ക് മനസ്സില്ലാത്തേ? വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ, അവനെ കൊണ്ട് ഒപ്പിക്കണം. അത് ശരിയാണല്ലോ. അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടകയും തരും, കഞ്ഞി വെക്കും, അല്ലേ? അത് കൊള്ളാം. അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നുമില്ല അല്ലേ? ഓ, നാളെ എന്താ ചെയ്യാ? നാളെ വെള്ളി. നല്ല ദിവസമാണല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിയുടെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്ക്. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. വളരെ കാലത്തിനു ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം.